ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അമോണിയ, സ്ലിം, ഹണ്ടിങ്ടൺസ് ഡിസീസ്, സത്ലജ് യമുന ലിങ്ക് കനാൽ, പി നോട്ട്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് റെഡ് സി. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമോണിയയെ കുറിച്ചാണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ തമിഴ്നാട്ടിലെ എണ്ണൂരിൽ നടന്നിട്ടുള്ള ഒരു അമോണിയ പൈപ്പ് ലൈൻ ലീക്കേജിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ അമോണിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിനു മുമ്പ് ഈ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് നമ്മൾ ഗ്രീൻ അമോണിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് അമോണിയയെ കുറിച്ച് അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അമോണിയ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് NH3 ആണ്. ഇതൊരു കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്, പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ഒഡോറുള്ള ഒരു കളർലെസ് ഗ്യാസ് ആണെന്നത് മനസ്സിലാക്കുക. ഇതിന് അതുപോലെ തന്നെ വളരെ വൈഡ് വെറൈറ്റി ഓഫ് യൂസേജ് ഉള്ള ഒരു കെമിക്കലും കൂടിയാണ് അമോണിയ. ഇത് ഇൻഡസ്ട്രിയൽ പേർപ്പസിനും അഗ്രികൾച്ചറൽ പേർപ്പസിനും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് അപ്ലിക്കേഷൻസിലൊക്കെ അമോണിയയുടെ യൂസേജ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹൗസ് ഹോൾഡ് അപ്ലിക്കേഷൻസിനകത്ത് റെഫ്രിജറേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പേർപ്പസിനാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയയാണ്. ഓക്കെ, അതുപോലെ തന്നെ അമോണിയ നോർമലി കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നത് ഒരു ഹേബർ മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹേബർ പ്രോസസ്സ് എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡിലൂടെയാണ് അമോണിയയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് ബേസിക്കലി ഈ ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനെയും ഹൈഡ്രജനെയും കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് കോമ്പിനേഷൻ നടത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഹൈ പ്രഷേർഡ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, ഒരു ഹൈ പ്രഷേർഡ് സിറ്റുവേഷൻസിൽ ഇതിനെ ഈ പറയുന്ന നൈട്രജനെയും ഹൈഡ്രജനെയും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നോർമലി അമോണിയ ഉണ്ടാകുന്നത്. ഈ അമോണിയ നമുക്ക് ഈ പറയുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഗ്രീൻ ഹൈഡ്രജനും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീൻ അമോണിയ എന്ന് വിളിക്കുക. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്ലിം ആണ്. ഈ സ്ലിം മിഷൻ എന്ന് പറയുന്നത് ജാപ്പനീസ് സ്പേസ് ഏജൻസി ആയിട്ടുള്ള JAXA 2023 സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ലൂണാർ ലാൻഡിംഗ് മിഷനാണ് സ്ലിം മിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ഒക്കെ പോലെ മൂണിന്റെ സർഫേസിൽ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ലിം മിഷനിലൂടെ ജപ്പാൻ, അല്ലെങ്കിൽ ജാപ്പനീസ് സ്പേസ് ഏജൻസി ആയിട്ടുള്ള JAXA ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്ലിം മിഷന് നമ്മുടെ ചന്ദ്രയാൻ 3 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ സ്ലിം മിഷനെ കുറിച്ച് ഹിന്ദുവിന്റെ പേജ് 12 വലിയ ഒരു ആർട്ടിക്കിൾ തന്നെ ഹിന്ദു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചന്ദ്രയാൻ 3യുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് ആ മിഷൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3.9 ടൺ ആയിരുന്നു, അല്ലെങ്കിൽ 3900 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു ഈ ചന്ദ്രയാൻ മിഷന് ലോഞ്ചിന്റെ സമയത്ത്. പക്ഷെ നമ്മൾ അതേസമയം ഈ സ്ലിം മിഷൻ നോക്കുന്ന സമയത്ത് സ്ലിം മിഷന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 0.5 ടൺ ആണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 590 കിലോഗ്രാം മാത്രമാണ്. അതായത് നമ്മുടെ ചന്ദ്രയാൻ 3 മിഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ വെയിറ്റിന്റെ ഒരു 1/7 വെയിറ്റ് മാത്രമേ ഈ സ്ലിം മിഷനുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ലിം മിഷൻ ഇത്രയധികം വെയിറ്റ്ലെസ് ആയിട്ട് മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സ്ലിം മിഷനകത്തുള്ള പേലോഡ്, അതായത് ഇത് ചന്ദ്രോപരിതലത്തിൽ ഇറക്കാൻ പോകുന്ന പേലോഡ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ചന്ദ്രയാൻ മിഷനൊക്കെ ഈ മൂണിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ട്. അതിനെയാണ് ഹോഫ്മാൻ ഓർബിറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹോഫ്മാൻ ഓർബിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ചന്ദ്രന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമെങ്കിലും അത് വളരെയധികം ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ഓർബിറ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഹോഫ്മാൻ ഓർബിറ്റിലൂടെ നമ്മൾ ചന്ദ്രനിൽ എത്തുന്ന സമയത്ത് ഈ ചന്ദ്രന്റെ ഗ്രാവിറ്റേഷൻ പുള്ളിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചന്ദ്രന്റെ ഗ്രാവിറ്റേഷനിലൂടെ അട്രാക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ഇത് ഈ സ്പേസ് ക്രാഫ്റ്റിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഹൈലി ഫ്യൂൽ കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി ഒരു ലോങ്ങർ ആയിട്ടുള്ള ഓർബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്ലിം മിഷൻ ചന്ദ്രോപരിതലത്തിൽ എത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഒരു മാസത്തിൽ താഴെയാണ് അതിന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എത്താൻ വേണ്ടി എടുത്തിട്ടുള്ള ടൈമെങ്കിൽ, ഈ ജപ്പാന്റെ, ഈ JAXAയുടെ ഈ സ്ലിം മിഷൻ ഏകദേശം 4 മാസം എടുത്തിട്ടാണ്. ഇത് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തതാണ്, ഇത് ജനുവരിയിലാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നത്. ഏകദേശം 4 മാസത്തോളം എടുത്തിട്ടാണ് ഇത് ചന്ദ്രോപരിതലത്തിൽ എത്തുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു 3-4 ഇരട്ടി കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഹൈലി ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് കുറയാനുള്ള ഒരു കാരണം അതാണ്. ഇപ്പോൾ ചന്ദ്രയാൻ 3യുടെ 3900 കിലോഗ്രാമിനകത്ത് ഏകദേശം 2800ഓളം കിലോഗ്രാം എന്ന് പറയുന്നത് ബേസിക്കലി അതിന്റെ ഫ്യൂല് മാത്രമായിരുന്നു. പക്ഷേ അതേസമയം ഈ പറയുന്ന സ്ലിം മിഷനകത്ത് ഫ്യൂല് വളരെ കുറച്ച് മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ വെയിറ്റ് കുറക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്ലിം മിഷൻ ഇത്രയധികം വെയിറ്റ്ലെസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്
കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂൺ മിഷൻസിനെ അലോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഈ സ്ലിം മിഷനകത്ത് ജാക്സ പരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സക്സസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട്, കുറച്ചും കൂടി കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ലൂണാർ ലാൻഡിംഗ് മിഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ സാധിക്കും. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അല്ലെങ്കിൽ മറ്റുള്ള മൂൺ ലാൻഡിംഗ് മിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഇതാണ്. രണ്ടാമത്തെ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, നോർമലി നമ്മൾ ചന്ദ്രോപരിതലത്തിനകത്ത് ഇപ്പം നിലവിൽ 4 രാജ്യങ്ങളാണ് സോഫ്റ്റ് ലാൻഡിങ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത് USA, അതുപോലെ റഷ്യ അല്ലെങ്കിൽ പഴയ USSR, അതുപോലെ ചൈന, പിന്നെ ഇന്ത്യ. ഈ 4 രാജ്യങ്ങളാണ് ഈ മൂൺ ലാൻഡിംഗ് മിഷൻസ് ഇതിനു മുമ്പ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജപ്പാന്റെ ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർ 5ാമത്തെ രാജ്യമായിട്ട് മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള അവർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർ 5ാമത്തെ ഇത്തരത്തിൽ മൂണിൽ ഈ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ടുള്ള 5ാമത്തെ രാജ്യമായിട്ട് മാറും. അപ്പോൾ ഈ മൂണിൽ ഈ ലാൻഡിങ് നടത്തുന്ന സമയത്ത് ഈ ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ വലിയ ഒരു ഏരിയ ആണ് ഈ പറയുന്ന 4 രാജ്യങ്ങളും ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും അപ്പോൾ വലിയൊരു ഏരിയ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 4 കിലോമീറ്റർ ലെങ്ത്തും 2.5 കിലോമീറ്റർ വിടുത്തുള്ള വലിയൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഈ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ലാൻഡിങ് സ്പോട്ടിൽ നിന്നും 350 മീറ്റർ മാറിയിട്ടാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ജാക്സയുടെ ഈ ഒരു മിഷനകത്ത് അവർ ലാൻഡിങ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നത് ജസ്റ്റ് 100 മീറ്റർ മാത്രം നീളവും വീതിയുള്ള വളരെ ചെറിയ ഒരു ടൈറ്റ് സ്പോട്ടിലാണ്. സോ അത്രയും പ്രിസൈസ് ആയിട്ട് ഇതിനു മുമ്പ് ആരും തന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് സക്സസ്ഫുൾ ആയി മാറിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്ത്യയും ജപ്പാനും കൂടി ചേർന്നുകൊണ്ട് 2026 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ലൂപ്പെക്സ് മിഷൻ, അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും തീരുമാനിച്ചിട്ടില്ലെങ്കിലും ലൂണാർ ഈ പറയുന്ന ചന്ദ്രൻ്റെ പോളാർ റീജിയനിലേക്ക് പോകുന്ന സമയത്ത് അത് കുറച്ചും കൂടി റഫ് ആയിട്ടുള്ള ടെറൈൻ ആണ്, വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലാൻഡിങ് നടത്തുക എന്ന് പറയുന്നത് ഈ ചന്ദ്രയാൻ 3ൻ്റെ ഒക്കെ കേസിലുള്ളതുപോലെ വളരെ വലിയൊരു വൈഡർ ലാൻഡിങ് ഏരിയ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ജാക്സയുടെ ഈ സ്ലിം മിഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ പ്രിസൈസ് ലാൻഡിങ് നടത്താൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ ലൂപ്പെക്സ് മിഷനൊക്കെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കി. ഇനി അത് ഫെയിലിയർ ആണെങ്കിലും ഈ ലൂപ്പെക്സ് മിഷൻ്റെ ഫ്യൂച്ചറിന് അത് ബാധിക്കും എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഈ സ്ലിം മിഷനെ കുറിച്ച്. ഈ സ്ലിം മിഷൻ്റെ ഒരു ഫുൾ ഫോമും കൂടി അറിഞ്ഞിരിക്കുക. ഈ സ്ലിം മിഷൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് ഈ സ്ലിം മിഷൻ്റെ ഫുൾ ഫോം. സോ ഇതൊരു ലൂണാർ സോഫ്റ്റ് ലാൻഡിംഗ് മിഷനാണെന്ന് മനസ്സിലാക്കുക. ജാക്സയുടെ അല്ലെങ്കിൽ ജാപ്പനീസ് സ്പേസ് ഏജൻസിയുടെ മിഷനാണിത്. ഇനി ഈ മിഷൻ ഇത്രയധികം, ഇത് ശരിക്കും ഇവർ 2017-19 ആ കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ഒരു മിഷനാണ്. അപ്പോൾ ഇത് ഇത്രയധികം ലേറ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇവരൊരു XRIM എന്ന് പറയുന്ന ഒരു സ്പേസ് ഒബ്സർവേറ്ററി മിഷനും കൂടി ഇതിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിലേ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ലോഞ്ചിങ് ഡിലേ ആവാനുള്ള കാരണം. ഓക്കെ, ഇനി ഈ പറയുന്ന ഇതിൻ്റെ ലാൻഡിങ് സൈറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. നോർമലി ഒരു വലിയ കിലോമീറ്ററുകളോളം വലുപ്പമുള്ള ലാൻഡിങ് സൈറ്റ്സ് ആണ് ഇതിന് മുമ്പുള്ള 4 രാജ്യങ്ങളും ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവർ ജസ്റ്റ് 100 മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ലാൻഡിങ് സൈറ്റാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ലൂപ്പെക്സ് മിഷൻ എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലിം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് ഹണ്ടിങ്ടൺസ് ഡിസീസ് ആണ്. സോ ഹണ്ടിങ്ടൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഹൈദരാബാദിലൊക്കെയുള്ള ഈ ഹണ്ടിങ്ടൺ ഡിസീസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ ഹണ്ടിങ്ടൺ ഡിസീസിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചില ടൈപ്പ് ഓഫ് ഫ്ലൈസിനെ കുറിച്ച് ഹംഗറിയിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീസിനെ കുറിച്ചൊക്കെയാണ് ഈ റിപ്പോർട്ടിനകത്ത് അവർ പരാമർശിക്കുന്നത്. അപ്പോൾ എന്താണ് ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ആണ് ഹണ്ടിങ്ടൺ ഡിസീസ്. അതായത് ആളുകളുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണിത്. സോ ഇത് ബേസിക്കലി ഹണ്ടിങ്ടൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ്സിനെ ഇത് വലിയ രീതിയിൽ ഇമ്പയർ ചെയ്യും. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ശരീരമൊക്കെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത് ഇതിനകത്തൊരു കോർഡിനേഷൻ ഉള്ളതുകൊണ്ടാണ്. സോ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഈ പറയുന്ന ഹണ്ടിങ്ടൺ ഡിസീസ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മൂവ്മെന്റ് അൺകൺട്രോളബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ ആളുകളുടെ മൂവ്മെന്റിന്റെ കോർഡിനേഷൻ, ബാലൻസ്, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇമ്പയർഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ആളുകളുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ ഇത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആളുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഓർമ്മ കാര്യങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ഓർമ്മശക്തിയൊക്കെ കുറയും. വലിയ രീതിയിലുള്ള മൂഡ് സ്വിങ്സ് വരും, പേഴ്സണാലിറ്റി ചേഞ്ചസ് വരും. ഇത്തരത്തിൽ ആളുകളുടെ മൊത്തത്തിൽ ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഈ ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്ന് മനസ്സിലാക്കുക.
ഇനി ഹണ്ടിങ്ടൺ ഡിസീസിന് കാരണം, അതായത് ഇത് എങ്ങനെയാണ് ഈ ഡിസീസ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള ഒരു HTT എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. അവര് ഒരു ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനാണ് ഈ HTT ജീൻസ് എന്ന് പറയുന്നത്. സോ ഈ ഹണ്ടിങ്ടൺ ഡിസീസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രോട്ടീൻസ് ഇത്തരത്തിലുള്ള ജീനുകൾ ഈ പറയുന്ന ഹണ്ടിങ്ടൺ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസ് ഈ ഫോൾട്ടി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ഹണ്ടിങ്ടൺ പ്രോട്ടീനിന്റെ പ്രൊഡക്ഷൻ വളരെയധികം അബ്നോർമലായിട്ട് കൂടും. അപ്പോൾ അത് വലിയ ഇതിലുള്ള ക്ലംസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും. അപ്പോൾ ഈ ക്ലംസ് എന്ത് ചെയ്യും, ആളുകളുടെ നോർമൽ ഫങ്ഷനിങ്ങിനകത്ത് ഡിസ്റപ്ഷൻസ് വരുത്തും. അതായത് ബേസിക്കലി ഈ പ്രോട്ടീനിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നെർവസ് സിസ്റ്റംസ്, നമ്മുടെ ശരീരത്തിലൂടെയുള്ള മെസ്സേജിങ് മൊത്തം നടക്കുന്നത് ഈ നെർവസ് സിസ്റ്റംസിലൂടെയാണ്. സോ ഈ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ ന്യൂറോൺസിനെയൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ സെൽസ്, അത് ഈ ന്യൂറോൺസിന്റെ ഡെത്തിന് കാരണമാവും. അതായത് ബ്രെയിനകത്തുള്ള ന്യൂറോൺസിന്റെ ഡെത്തിന് കാരണമാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഹണ്ടിങ്ടൺ ഡിസീസ് വരുന്നത്. അപ്പോൾ ഈ ഹണ്ടിങ്ടൺ ഡിസീസിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ചികിത്സ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്യൂർ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പക്ഷേ അങ്ങനെയാണെങ്കിലും ചില ഡ്രഗ്സും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ടോക്ക് തെറാപ്പിയിലൂടെയൊക്കെ ഈ സിംറ്റംസ് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ ഇല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് സത്ലജ് യമുന ലിങ്ക് കനാലാണ്. സോ ഈ സത്ലജ് യമുന ലിങ്ക് കനാലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ 4th പേജിനകത്ത് ഹരിയാനക്കും പഞ്ചാബിനും ഇടയിൽ നടക്കുന്ന ഒരു തർക്കമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. സോ അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. 1960s ഈ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് പഞ്ചാബ് എന്നും ഹരിയാന എന്നും പറയുന്ന 2 സ്റ്റേറ്റ്സ് ആയിട്ട് മാറുന്നത്. സോ അപ്പോൾ ആ സമയം തൊട്ടേ ഈ പഞ്ചാബിലൂടെ റൺ ചെയ്യുന്ന പല റിവേഴ്സിലെയും വെള്ളം ഹരിയാനയോടുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് ഇത് ഡിവൈഡ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ റിവർ വാട്ടർ ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തർക്കങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1970s ഈ പറയുന്ന പഞ്ചാബിലൂടെ പോകുന്ന സത്ലജ്, അതുപോലെ തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ബീസ്, എന്നീ 2 ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ബീസിൽ നിന്നുള്ള വെള്ളം ഹരിയാനക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഓഫ് വാട്ടർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സത്ലജിനെയും യമുനനെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ സത്ലജിനെയും യമുനനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു കനാൽ വരുന്ന സമയത്ത് അത് ഈ ഹരിയാനക്കകത്തൂടി ആയിരിക്കും ഈ കനാൽ പോവുക. അപ്പോൾ ഈ വെള്ളം ഹരിയാനയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സ്റ്റേറ്റുകളുമായിട്ട് ഒരു ട്രൈപാട്രിയറ്റ് എഗ്രിമെന്റും ഇതിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹരിയാനക്കും പഞ്ചാബിനും ഇടയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലവിലുള്ളതുകൊണ്ട് തന്നെ ഇത് ഇത്രയും കാലമായിട്ടും കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിലൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് പല കേസുകളും സുപ്രീം കോടതിയും അതുപോലെ തന്നെ ട്രിബ്യൂണൽസ് ഒക്കെ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഹരിയാനയും പഞ്ചാബും റിപ്പീറ്റഡ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഈ 2 സംസ്ഥാനങ്ങൾക്കിടയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസ്ഡ് 214 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു കനാലാണ്. അത് സത്ലജ് റിവറിനെ യമുന റിവറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രപ്പോസ്ഡ് കനാലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പി നോട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ആണ്. സോ എന്താണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ്? ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ ബിസിനസ് പേജിനകത്തൊരു ന്യൂസ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ പി നോട്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നവംബറിൽ വലിയ രീതിയിൽ ഏകദേശം 1.31 ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. സോ എന്താണത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ സെബിയിൽ അവർ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ട്. അതായത് അതിനുള്ള റെഗുലേറ്ററി ഓവർസൈറ്റ് കുറച്ചും കൂടി ടൈറ്ററാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഷോർട്ട് ടേം പീരിയഡിലേക്ക് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡെപ്റ്റ് മാർക്കറ്റിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ഇത്തരത്തിൽ നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സിനെ അതുകൊണ്ട് തന്നെ ചുരുക്കി പി നോട്ട്സ് എന്നോ അല്ലെങ്കിൽ PNs എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അസറ്റ്സ് അണ്ടർലൈ ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സിന്റെ ഏറ്റവും വലിയൊരു പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള റെഗുലേഷൻസ് കമ്പയർ ടു അതർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു അനോണിമസി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ആൾക്കാർ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ആണ്.
ഇനി അടുത്ത ടോപ്പിക് UAPA അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. സോ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ UAPA അനുസരിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ സെൻട്രൽ ഗവൺമെൻറ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ UAPA കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ UAPA എന്ന് പറയുന്ന നിയമം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ടെററിസം ലെജിസ്ലേഷൻസിൽ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നിയമങ്ങളിൽ ഒന്നാണ്. ഇത് 1967 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സെഷനിസ്റ്റ് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകളെ കേർട്ടൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് ചില ആക്ടിവിറ്റീസിനെ അൺലോഫുൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനും ഗവൺമെന്റൽ ഏജൻസീസിനും കൊടുക്കുന്ന ഒരു നിയമമാണ് UAPA നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ UAPA നിയമമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഇതിൻ്റെ മിസ്യൂസും ഇതിൻ്റെ പൊളിറ്റിസൈസേഷൻ ഓഫ് UAPAയും എല്ലാ കാലത്തും വലിയ രീതിയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഡ്രാക്കോണിയൻ ലോ ആണെന്നുള്ള ക്രിറ്റിസിസം നേരിടുന്ന ഒരു നിയമം കൂടിയാണ്. അത് മാത്രമല്ല 2022 നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ ക്രൈം റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ UAPA കേസുകളുടെ എണ്ണം ഇന്ത്യയിൽ ഒരു 17% കഴിഞ്ഞ വർഷത്തിൽ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പുകളൊക്കെ പറയാനുള്ളത് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു ഡ്രാക്കോണിയൻ ലോ ആണ്. പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യാവകാശ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയൊക്കെ ജയിലിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഈ UAPA എന്നുള്ളതാണ്. അപ്പോൾ ഈ UAPAയുടെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ UAPA നിയമം അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതായത് അവർ ടെററിസം അല്ലെങ്കിൽ ടെററിസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക, ഈ ടെററിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ടെററിസം ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിൽ എൻറ്റിറ്റീസിനെ ഇവർക്ക് ടെററിസ്റ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് റീസെൻ്റ്ലി വന്നിട്ടുള്ള അമെൻമെന്റ് അനുസരിച്ച് ഇൻഡിവിജ്വൽസിനെയും വ്യക്തികളെയും തീവ്രവാദികളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിയമം അനുസരിച്ച് NIAക്ക് ഈ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിന് സീജർ നടത്താനുള്ള, അതായത് പ്രോപ്പർട്ടി സീജറൊക്കെ നടത്താനുള്ള അധികാരം ഈ NIAക്ക് ഈ നിയമം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റീസെൻ്റ്ലി ഇതിനകത്ത് വന്നിട്ടൊരു അമെൻമെന്റ് അനുസരിച്ച് NIAക്ക് ഈ ടെററിസം റിലേറ്റഡ് കേസുകൾ അന്വേഷിക്കാനുള്ള അധികാരം ഈ UAPA അമെൻമെന്റ് ആക്ട് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അതൊരു ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് റാങ്കിലുള്ള NIA ഓഫീസർക്ക് മാത്രമേ അന്വേഷണം നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ബേസിക്കലി ഒരു NIAയിലെ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഓഫീസർക്കും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സപ്രഷൻ ഓഫ് ആക്ട് ഓഫ് ന്യൂക്ലിയർ ടെററിസം എന്ന് പറയുന്ന 2005 ഒരു കൺവെൻഷൻ ഉണ്ട്. ആ ഇന്റർനാഷണൽ ട്രീറ്റിയും ഈ പറയുന്ന ടെററിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഈ UAPA ആക്ടിന് ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത് നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ടെററിസ്റ്റിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഗവൺമെന്റിനെ എംപവർ ചെയ്യുന്ന ഒരു നിയമമാണിത്. കൂടുതൽ ടെററിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് പവേഴ്സ് കൊടുക്കുന്നു. ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെയും ഇൻഡിവിജ്വൽസിനെയൊക്കെ ടെററിസ്റ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. നാഷണൽ സെക്യൂരിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇഷ്യൂസ് ആയിട്ട് പറയുന്നത്, ഇതൊന്ന് പൊളിറ്റിക്കൽ ഒപ്രഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അത് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഒപ്പോണൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾ, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏജൻസീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകൾ, ഇവർക്കൊക്കെ എതിരായിട്ട് വലിയ രീതിയിൽ ഈ UAPA നിയമം മിസ്യൂസ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ എല്ലായ്പ്പോഴും കാണാറുണ്ട്. മറ്റൊന്ന്, ഇത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഫ്രീഡം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിസം നടത്തുക എന്നുള്ളത് ഇന്ത്യയിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സേഫ് ഗാർഡ് മെക്കാനിസം ഇല്ല. അതായത് പലപ്പോഴും ഇപ്പോൾ ഒരു സംഘടനയെ നിരോധിത ഈ UAPA ആക്ട് അനുസരിച്ച് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഗവൺമെന്റിന് ഡിക്ലെയർ ചെയ്യാം. ദാറ്റ് മീൻസ് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടാൽ മതി. അപ്പോൾ ഇതൊരു കോടതിയല്ല ബേസിക്കലി ചെയ്യുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്താലാണ് സാധാരണഗതിയിൽ നമ്മളെ ശിക്ഷിക്കാൻ പറ്റുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയോ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഗവൺമെന്റിന് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ആ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് അപ്പീൽ പോകാൻ മാത്രമേ പറ്റുള്ളൂ. കോടതിയല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒക്കെ ഒരു ബേസ് ആയിട്ട് പറയുന്നതാണ് ഹിയർ ദി അതർ സൈഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഏത് ഓർഗനൈസേഷനെയാണ് അല്ലെങ്കിൽ ഏത് ഇൻഡിവിജ്വലിനെയാണോ ഇത്തരത്തിലൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, അവരുടെ ഭാഗം കേൾക്കാതെയാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള സേഫ് ഗാർഡ് മെക്കാനിസം ഇല്ല, ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ഒക്കെയാണ് ഈ തരത്തിലുള്ള പല കാര്യങ്ങളും എന്ന് പറയാം. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് റെഡ് സീ ആണ്. സോ റെഡ് സീ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇതിന് മുമ്പത്തെ ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ഹൂത്തീസിന്റെ ഭാഗത്തുനിന്ന് റെഡ് സീ റീജിയനിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ പേരിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് സീ എന്ന് പറയുന്നത് ഈ നമ്മുടെ അറേബ്യൻ സീയുടെ, ഇന്ത്യൻ ഓഷന്റെ ഭാഗമായിട്ടുള്ള അറേബ്യൻ സീയുടെയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് റെഡ് സീ. അപ്പോൾ ഈ അറേബ്യൻ സീനെ റെഡ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗൾഫാണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത്. അത് റെഡ് സീയുടെ അറേബ്യൻ സീയുടെ സൈഡിലുള്ള എൻട്രൻസിൽ കിടക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് ഗൾഫ് ഓഫ് ഏദൻ. ഈ ഗൾഫ് ഓഫ് ഏദനെയും റെഡ് സീനെയും കണക്ട് ചെയ്യുന്നത് ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ഒരു കടലിടുക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ആണ്. ജിബൂത്തിക്കും യമനും ഇടയിൽ കിടക്കുന്ന ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ആണ്. സോ ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് ഗൾഫ് ഓഫ് ഏദനെയും റെഡ് സീനെയും കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ റെഡ് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്ത്, അതുപോലെ തന്നെ സുഡാന്, എറിത്രിയ, ജിബൂത്തി, സൊമാലിയ, യമൻ, അതുപോലെ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇസ്രായേലിനെയും ജോർദാനെയും കൂടി പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് സീക്കകത്ത് ഇനിയും വരുന്ന മറ്റു പ്രധാനപ്പെട്ട 2-3 വാട്ടർ ബോഡീസ് ആണ്. ഒന്ന്, ഈ ഈജിപ്തിന്റെ ഏഷ്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന സിനായ് പെനിൻസുലയുടെയും ഇസ്രായേലിന്റെയും സൗദി അറേബ്യയുടെയും ഇടയിലായിട്ട് കിടക്കുന്ന ഈ ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്. ഇതിനെയാണ് ഗൾഫ് ഓഫ് അക്കോബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റെഡ് സീനെയും സൂയസ് കനാലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതായത് ഈജിപ്തിന്റെ മെയിൻലാൻഡ് ഈജിപ്ത്, ആഫ്രിക്കയുടെ ഭാഗമായിട്ടുള്ള ഈജിപ്തിനെയും ഈജിപ്തിന്റെ സിനായ് പെനിൻസുലയുടെയും ഇടയിൽ കിടക്കുന്ന ഈ ഒരു വാട്ടർ ബോഡിനെയാണ് ഗൾഫ് ഓഫ് സൂയസ് എന്ന് വിളിക്കുന്നത്. ഈ ഗൾഫ് ഓഫ് സൂയസിലൂടെയാണ് റെഡ് സീ ഈ പറയുന്ന സൂയസ് കനാലിലേക്ക് എൻ്റർ ചെയ്യുന്നതും. ആ സൂയസ് കനാലാണ് ബേസിക്കലി റെഡ് സീനെയും ഈ പറയുന്ന ഈ റെഡ് സീയുടെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് സൂയസിനെയും മെഡിറ്ററേനിയൻ സീനെയും കണക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ റെഡ് സീയെയും ഗൾഫ് ഓഫ് അക്കബയെയും കണക്ട് ചെയ്യുന്ന വളരെ നാരോ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ഉണ്ട് ഇവിടെ. അതിനെയാണ് ഗൾഫ് ഓഫ് തിറാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ബോഡീസ് ഒക്കെ ഈ റെഡ് സീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക. ഗൾഫ് ഓഫ് ഏദൻ, ബാബൽ മന്ദേബ് സ്ട്രൈറ്റ്, ഗൾഫ് ഓഫ് അക്കബ, ഈ സ്ട്രൈറ്റ് ഓഫ് തിറാന്, ഗൾഫ് ഓഫ് സൂയസ്, അതുപോലെ തന്നെ സൂയസ് കനാല് എന്നിവയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാട്ടർ ബോഡീസ് ആണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് സൂയസ് കനാൽ ഒരു മാൻമെയ്ഡ് കനാലാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിന്റെ ലിറ്ററൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.